അസ്സലാമലൈക്കും. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചന മസാലയാണ്. അതിന് കടല കുതിർത്തിയിട്ട് വേവിച്ച് വെച്ചതാണിത്. പിന്നെ വേണ്ടത് 2 നാരങ്ങ, പച്ചമുളക് ഒരു 2 എണ്ണം, മല്ലിയില ആവശ്യത്തിന്, ഉപ്പ് പാകത്തിന്, 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി, പിന്നെ 2 വലിയ സവാള. ഇതാണ് ഇത് വേണ്ടത്. ഇത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ 2 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ച കടലയും പിന്നെ മുളക് പൊടിയും സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇത് മസാലയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. അപ്പോൾ നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ 2 സവാള എടുത്തതിൽ ഹാഫ് സവാള മാത്രമേ ഇതിൽ ഇട്ട് കൊടുക്കണുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ ഉപ്പൊന്നും ഇട്ട് കൊടുക്കണില്ല. അപ്പോൾ ഇനി നമ്മൾ സവാള നല്ലൊന്ന് ഗോൾഡൻ കളറാകുമ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാം. അപ്പോൾ സവാള നല്ലോണം ആയി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിവ് വേണ്ടവർക്ക് ഇനി കൂട്ടിയിട്ട് കൊടുക്കുക. ഇത്രയാണ് പാകം. അപ്പോൾ നമ്മൾ സവാളയും മുളക് പൊടി നന്നായിട്ട് മൂത്ത് വരണം. മുളക് പൊടി കരിയൊന്നും ചെയ്യരുത്. അപ്പോൾ നമ്മൾ സിമ്മിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കാം. നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച കടല അതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ കടല വേവിച്ചതായത് കാരണം അധികം നേരമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ മസാല ഒന്ന് അതിൽ പിടിച്ചാൽ മതിയാവും. അപ്പോൾ കടല ഉടയ്ക്കാതെ പതുക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ കടല റെഡി ആയിട്ടുണ്ട്, മസാല ഒന്ന് പിടിച്ചിട്ടുണ്ട്. നമുക്കടുത്ത പ്രിപ്പറേഷൻ നോക്കാം. അപ്പോൾ ഇനി ബാക്കി സവാള വെച്ചിട്ട് സവാള ഒരു ബൗളിൽ ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് ഇട്ട് കൊടുക്കുക. മുളക് ജസ്റ്റ് ചെറുതാക്കി ഒന്ന് അരിഞ്ഞതാണ്. 2 വലിയ മുളക് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മുടെ കടലയ്ക്ക്. അപ്പോൾ കടല ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇത് എന്തായാലും ഇഷ്ടമാവും. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ നാരങ്ങ 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ടും നമ്മളിതിൽ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. നല്ലൊരു പുളിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഉപ്പ് ഇടുമ്പോൾ കുറച്ചിട്ടാൽ മതിയാവും. കാരണം നമ്മൾ കടല വേവിക്കുമ്പോൾ ഉപ്പിട്ട് വേവിച്ചതാണ്. അത് കാരണം ഉപ്പൊക്കെ ഇടുമ്പോൾ പതുക്കെ കുറച്ച് ഇട്ടാൽ മതിയാവും. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ മിക്സ് ചെയ്യാം. അപ്പോൾ കൈ വെച്ച് തിരുമ്മി കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാല വേണ്ടവർക്ക് ഇനി ഇട്ട് കൊടുക്കാത്തതാണ്. അപ്പോൾ ഈ ഒരു കടലയുടെ ആവറേജ് മെഷർമെൻറ്റിന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് കടല പതുക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നോമ്പിനൊക്കെ പറ്റിയ നല്ലൊരു ഡിഷാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു ഡിഷാണ്. അപ്പോൾ കുറച്ച് എരിവൊക്കെ ഉണ്ടെങ്കിൽ എരിവും പുളിയും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ഇതിൻ്റെ മസാല എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാണ് ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും.